നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തൊരു കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഒരു സ്ത്രീയുടെ ഒരു ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പല റോളുകളും ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്നവരാണല്ലേ. ഇപ്പോൾ പല സ്റ്റേജുകളും കഴിഞ്ഞു വന്നവരുമാണ്. ഒരു മകളായിരുന്നു, അതുപോലെ തന്നെ ഒരു ഭാര്യയായി, പിന്നീട് ഇപ്പം അമ്മയാണ്. അപ്പോൾ പല റോളുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോയിട്ടുള്ള നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് അവർ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന് ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കാതെ വിട്ടുപോയിട്ടുണ്ടാവും. അതൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും പലരും നല്ലൊരു കുക്കാണല്ലേ, വീട്ടിൽ നല്ല പാചകം ചെയ്യുന്ന നല്ല അമ്മമാരുണ്ട്, അല്ലെങ്കിൽ നല്ല ഭാര്യമാരുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് വീട്ടിലൊരു കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് ഇന്ന പോലെ ചെയ്താൽ സമാധാനപരമായിട്ട് നേരിടുന്ന ഒരുപാട് സ്ത്രീകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭർത്താവൊക്കെ ഒന്ന് ഡൗൺ ആയി പോകുമ്പോൾ അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മോട്ടിവേറ്റർ എന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകളെ. അപ്പോൾ ഇതുപോലെ പല റോളുകളും ചെയ്യുമ്പോൾ ചിലവർ നല്ല ഹാപ്പി ആയിട്ട് എപ്പോഴും വീടിനെ ഹാപ്പി ആയിട്ട് കൊണ്ടുവന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റിംഗ് പവറുള്ള ലേഡീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ പല റോളുകളും നമ്മൾ ചെയ്യുമ്പോൾ പലതരം ഫീലിങ്സ് നമ്മൾ തോന്നാറുണ്ടല്ലേ. അപ്പം നമ്മൾ ചിലർ അത് ചെയ്യുന്നതിലൊരു വാല്യൂ കാണാതെ അല്ലെങ്കിൽ പല ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ വിഷമിക്കുന്ന രീതിയിലും പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്കൊരു പരിഗണന കൊടുക്കാനും നമ്മളൊരു ടൈം മാറ്റി വയ്ക്കുമ്പോൾ നമുക്കും തിരിച്ചു കിട്ടുന്നത് അതേ പരിഗണനയും സ്നേഹവും ഒക്കെ തന്നെയാണ് അല്ലേ. നമ്മളെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ അമ്മയെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളാണ് ഇവിടെ റോൾ മോഡൽ, നമ്മളായിരിക്കണം റോൾ മോഡൽ, വേറൊരാളല്ല. നമ്മളാണ് ജനിക്കുമ്പോൾ മുതൽ ഒരു കുട്ടി കണ്ടു തുടങ്ങുന്നത് അമ്മയാണ് അല്ലേ. അപ്പോൾ ഒരു അമ്മ എന്ന രീതിയിൽ നമ്മൾ പല റോളുകളും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കും കൃത്യമായിട്ടൊരു ഐഡൻറ്റിറ്റി അവിടെ നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു നല്ല രീതിയിലൊരു സംരംഭകരായിട്ട് സാധിക്കുള്ളൂ. ഒന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പോൾ ഒരു നല്ല നമുക്കൊരു ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ തലേദിവസം തന്നെ നമുക്കറിയാം ഇന്ന രീതിയിൽ ഇന്ന സമയത്ത് നമ്മൾ എണീറ്റാലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയുക. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് നമുക്കറിയാമല്ലോ. എല്ലാ പണികളും തീർത്തിട്ട് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് നല്ല രീതിയിൽ ടൈം മാനേജ്മെൻ്റ് ഉള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ മണി മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. ഒരു മാസം പലതരം കണക്കുകൂട്ടലുകളിൽ മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ സേവിങ്സ് ചെയ്യുന്ന അമ്മമാരുണ്ട്. അതുപോലെ തന്നെ ഒരു ഒരു അമ്മായിമ്മേനും അല്ലെങ്കിൽ അമ്മ എല്ലാവരും ഭർത്താവിനെ എല്ലാവരും ഒരുപോലെ കൊണ്ടുപോകുന്ന നല്ല രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് ഒന്നും ഇല്ലാതെ കൊണ്ടുപോകുന്ന നല്ല മക്കളും അതുപോലെ നല്ല ഭാര്യമാരമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ മാൻ മാനേജ്മെൻറ്റും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മെഷറിങ് നല്ല രീതിയിൽ എത്രത്തോളം എത്ര പേർക്ക് എത്ര ഫുഡ് ഉണ്ടാക്കാനായിട്ട് എത്ര കാര്യങ്ങളൊക്കെ വേണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടവരാണ് നമ്മളൊക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റോൾ തന്നെ ഉണ്ടല്ലേ. നമ്മളില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു മിസ്സിങ് ആയിട്ട് എല്ലാവർക്കും തോന്നും. അപ്പോൾ നല്ലൊരു സ്ത്രീ ആവാനും നല്ലൊരു അമ്മയായിട്ടിരിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ.